ഇപ്പൊ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനായവന്റെ സ്വഭാവം എടുത്ത് ചൊല്ലുന്ന ഒരു വിഷയമുണ്ട്. അൽ മുഅ്മിനുൽ ഖവി, ഒരു ശക്തനായോ പ്രബലനായോ ഒരു കവിയായോ, കവി ചെന്ന് ശക്തനായോ ഖുവത്തുള്ളതായോ മുഅ്മിൻ അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവനായി തിക്ര. ആരൊക്കെയാണ്? മിനൽ മുഅ്മിനിൽ ദഈഫ്, മുഅ്മിനായി തിക്ര മാത്രം കംസൂർ ആവണ ആൾ. എന്ത് പൽക്കത്തിലും അല്ല ചില ആൾ സ്വഭാവത്തിൽ പിടിയാവും, ഇങ്ങനെ വേണ്ട ಅಂತ അവിടെ പോകേണ്ട വേണ്ട ಅಂತ ನಾವು ಸುರುಕೆ ನನ್ನೊಟ್ಟಿಗೆ ಒಂದು ಚೊಂದರವನು ಹಿಂಗೆಂತೆಲ್ಲ ചില പ്രയോഗമെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ചൊല്ലി ഇതൊക്കെ മുഅ്മിനുൽ ദഈഫ്, മുഅ്മിനുൽ അവനോട്ട് കേൾക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ಬೇಡ ಬೇಡ ಅದು ಬೇಣು ಮಾತ್ರ ನಾ പോണ തീരല ಅಂತ ಅವಟಿಗೆ ಏನೇ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ಬೇണು ನಾನು ಮಾತ್ರ പോകത്തില്ല അവനെ എത്തിക്കറ മുഅ്മിനുൽ ദഈഫ്. പിന്നെ അവിടെ പ്രോഗ്രാം ആക്കിയോണു ഇത് അള്ളാഹുറെ വിദ്യ എത്തിക്കറ്. ഞങ്ങൾ സുറൂക്ക് കണ്ടെങ്കല്ല, ഞങ്ങൾക്ക് സുറൂക്ക് കാണൂ ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആവണിന്ത്, അങ്ങനത്തെ ഇങ്ങനത്തെ ആപത്ത് സംഭവിക്കണിന്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ കുല്ലി ഖൈർ, രണ്ടാലും ഖൈറുണ്ട്, അവിടെ ഈമാനുണ്ട്, മാത്രം ഇങ്ങനെ ആക്കറണ്ട്. രണ്ടാലും ഖൈറുണ്ട്, ഈമാൻ തെല്ലിങ്ങനെ ചില സന്ദർഭത്തിലുണ്ട്. അപ്പൊ അവിടെ എന്താക്കൂല്ലേ, ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് എന്തൊരു ഉപകാരമുണ്ടോ ആ വിഷയത്തിൽ നീ യാരെ കോൺസെൻട്രേറ്റ് ആക്കണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയതായോ സൈക്കാട്രിസ്റ്റ് പൽക്ക അവരത്രക്കാണ് അത്യന്ത ഉത്തമമായ ഒരു പൽക്കത്തെ കുറിച്ചുണ്ട്. ഇനി നീ ടെൻഷൻ അടിച്ചൊന്നിച്ച നിക്കൊരു ആപത്ത് വന്നു വിത്ത് നീ ടെൻഷൻ അടിച്ചൊന്നിച്ച ഇത് നിനക്ക് ഉപകാരമുള്ളതാ, നിനക്ക് എന്തൊരു ഉപകാരം ಅವರು ನಂಗೆ കേൾക്കോರು ഒരു സാധാരണ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആയി ഒരാൾക്ക് നീ ഇത്ര ടെൻഷൻ അടിച്ചു എന്ത് ലാഭം ഇತ್ತು എന്തൊരു ഏത് ഗുഡ്ഡി ജരിച്ചേ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് എന്തോ ആവുന്നില്ലല്ലേ. ഇതെന്താ എനിക്ക് ഉപകാരമില്ലാത്ത, നീ ടൈം വേസ്റ്റ് ആക്കി, നിന്റെ എന്തു സ്വറാവത്തെ, നിന്റെ ദുനിയാവെ കംപ്ലീറ്റ് നാല് ബായിൽ ബന്ധായ പോലെ ആക്കറ്. ഒരു ബായിൽ ബന്ധത്തി ഒരു ബായിൽ തുറക്കറ്. അപ്പൊ മാത്രല്ല നീ ടെൻഷൻ ആക്കാണ്ട് നിക്ക് ഉപകാരമുള്ള ബസ്താക്കണം. ഈ ടെൻഷൻ ഉപകാരം ഉണ്ടോണ്ട് നീ നക്കെ കാട്ടിത്താ ഇല്ല. അപ്പൊ നിനക്ക് ഉപകാരമുള്ള ബസ്തിലേക്ക് നീ പോകണം ചുന്തത്തിൽ എത്തിക്കറ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവെ വെച്ചിരമേ ഈ അവസ്ഥയിൽ എത്തിക്കറ്. ഇങ്ങനത്തെ ഒരു ആപത്തിൽ നീ കുടുങ്ങിയ നെക്സ്റ്റ് മാർഗ കണ്ടെത്ത്. കാരണം അള്ളാഹു എന്തരെ മുസബ്ബിബുൽ അസ്ബാബ്, അള്ളാഹുടെ പേരെന്തരും അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബ്, അസ്ബാബ് ഉണ്ടാക്കണോണു, കാരണങ്ങൾ ഉണ്ടാക്കണോണു, നിക്ക് മാർഗം ഉണ്ടാക്കി തന്നോണു. ആ മുസബ്ബിബുൽ അസ്ബാബിനൊട്ടിಗೆ നിൽക്കേക്കോളൂ. കാരണം അവിടെ നിനക്ക് പിന്നെ അള്ളാഹുരൊട്ടിಗೆ നീ സഹായിക്കേറ്റു, അവൻ്റെ ഒട്ടിಗೆ മാത്രം നീ തവക്കുലാക്കണം. അതല്ലാത്തത് നീന് അങ്ങനല്ല, നീ അള്ളാഹു സഹായിട്ട് കേട്ടിട്ടില്ല, നീ നിന്റെ മേലെ ഡിപ്പെൻഡ് ആയിരണ്ടേ ആ ആക്ഷേപം കൂടെ നീനെ സഹിക്കണം. ನಾನುಳ್ಳವನು ನಕ್ಕ ತೀರು, ನಾನು ಕೈವುಳ್ಳವನು, ನಾ ಸಾಮರ್ಥ್ಯಕ್ಕುಳ್ಳವನು ಚೊಂತು ನೀ ನಂಬಿದ ತೆಚ್ಚಿ ತಿನ್ನಂಡೆ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു നീനെ ഫേസ് ആക്കണം. നീ സുറൂക്കെ നാനൊരു സ്വർത്ത് കൈയിട്ടെ അള്ളാഹുര സഹായത്തിന് മേലെ എത്തിക്ക് നടക്കരുത്. എന്തെങ്കിലും ഫൈലായിട്ട് അള്ളാഹു വിധിച്ചില്ല തിന്ത് അല്ലേ, പോയ പോക്ക് സരിയില്ല, സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് സരിയില്ല. അങ്ങനെ സവಲು ನೀನು ಇದೆಲ್ಲ ಫೇಸ್ ಹಾಕೋ ಬಂದು ಚಂತಲದು ನಾವು മനസ്സിലാക്കണം. നോക്കൂ, ഒരു ബസ്തരെ തെരു കണ്ടുപിടിക്കരുത്. ഇപ്പൊ ഉദാഹരണക്ക് ഞങ്ങൾ മാർഗ ഒന്നും ആപത്തായി പിത്ത് ഇനി എന്താക്കണു, അതിന് പുറത്തു പറഞ്ഞുള്ള തെരു നോക്കരുത്. ആ തെരു നോക്കുന്ന പേര് സുന്നത്ത് എത്തിക്കരുത്. എന്തോ ഇനി അള്ളാഹുര മേലെ ഡിപ്പെൻഡ്, ಅದರ പേര് എത്തിക്കരുത് തൗഹീദ്. ಅಂದ್ರೆ എന്തോ അള്ളാഹുര തരഫിൽ എന്ത് ഇനി വേണ്ടത്, ನಾನು ಅಲ್ಲಾಹರ ಮೇಲೆ ಇಟ್ಟು ಬಿಟ್ರೆ ಅದರ പേര് തൗഹീദ് ಐತಿಕರು. അപ്പൊ ഇത് രണ്ട് ഒട്ടു വന്നെങ്കിൽ മാത്രമേ അള്ളാഹു ഇതിനോട് കൂടി സംഭവിക്കരുത്. എന്തോ ഇത് രണ്ട് ഒട്ടുക്ക് പറഞ്ഞു, അത് ഭൂമി ആയോണ്ടക്കും ഒരു പ്ലസ്